ഓ, എത്ര നല്ല കാര്യമാണ് ഇവരുടെ ഉള്ളിൽ ഇത്ര എനർജി ഉള്ളത്. പിന്നെ ഇത്ര നല്ല കാര്യം എന്തുവാ? സാക്കുറ, ഇവിടെ ഗ്യോതാര നിൽക്കുന്നതിൻ്റെ ഇടയിൽ നീ പെട്ടെന്ന് അവന് മുമ്പിൽ വന്നിട്ട് ഇവിടുത്തെ ടോപ്പ് സ്പോട്ടൊക്കെ എടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. ഈ ഗ്യോതാര എന്ന് പറഞ്ഞ ഇവനുണ്ടല്ലോ, ഇവിടെ മിഡിൽ സ്കൂൾ തൊട്ട് പഠിക്കാൻ തുടങ്ങിയവന്. അവൻ ഓൾ ഡേ വിൻ ബ്രേക്കേഴ്സിന് ഒരു അംഗമാണ്. ഇവൻ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ അവനാണെങ്കിൽ ടോപ്പ് സ്പോട്ടിൽ നിൽക്കുന്ന അവൻ പറയുന്നത് മാത്രമേ കേൾക്കത്തും അനുസരിക്കത്തുള്ളൂ. ആൻഡ് ഇവിടെ തന്നെ അവന് നല്ലൊരു സ്ട്രോങ്ങർ ആയിട്ടുള്ളൊരു സ്ഥാനം അവനുണ്ട്. അവൻ്റെ മുമ്പിൽ വെച്ച് നീ അവൻ്റെ ലീഡർ ആവുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നിന്നെ വെറുതെ വിടത്തില്ല. നീ ഇവിടെ വെറുതെ നിൽക്കുന്നതിന് പകരം അവരെ നിർത്തിക്കൂടെ? അതെന്താണോ നിനക്കത് വെച്ചേക്കാ? കാരണം നിന്നെ കൊണ്ടേ പറ്റത്തുള്ളൂ. നോക്കാം, ഗ്യോതാര അവനെ അടിക്കുന്നത് എല്ലാത്തിനും തലനാരി ഇടയ്ക്കാണ് രക്ഷപ്പെടുന്നത്. സാക്കുറെ അവൻ എടുത്തിട്ട് അടിക്കുന്നതിന് മുമ്പേ നീ അവനെ പിടിച്ച് മാറ്റാൻ നോക്ക്. അങ്ങനെ ഇഷ്ടപ്പെട്ട് നമ്മുടെ ഗ്യോതാരോട് അറ്റാക്ക് ചെയ്യുന്നത് നമ്മുടെ സാക്കുറ പെട്ടെന്ന് ഡോഡ്ജ് ചെയ്യാൻ വേണ്ടി ഒന്നും മാറിയതാണ്. പക്ഷെ പെട്ടെന്ന് അങ്ങനെ വീരാൻ പോയി. അങ്ങനെ വീരാൻ പോയ സമയത്താണ് നമ്മളെല്ലാം മേടിച്ചു ഡൺഫോർഡ്. ഞാൻ നമ്മുടെ സാക്കുറയ്ക്കാണെങ്കിൽ നല്ല ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അവൻ ജസ്റ്റ് ആ കാലം മടക്കി ഒറ്റയൊരു ചവിട്ട് നമ്മുടെ ഗ്യോതാരോടെ മോന്തക്കിട്ട് അപ്പം തന്നെ നമ്മൾ അവൻ്റെ മൂക്കിൽ നിന്ന് പോയ ചോരയും തെറിച്ചു. ആൻഡ് ഫസ്റ്റ് ബ്ലോ കൊടുത്തുകൊണ്ട് തന്നെ നമ്മുടെ സാക്കുറ ലീഡിൽ നിൽക്കുക. നമ്മുടെ ചെറുക്കൻ അങ്ങനെ ഗോചാരോട് ചേർത്ത് നമ്മുടെ സാക്കുറ അടിച്ചാൽ അവിടെ നിന്ന് എല്ലാവരും ഞെട്ടിപ്പോയി. ഗോചാരോട് ചേർത്ത് ഔട്ട് സൈഡർ അടിച്ചാ എന്നൊക്കെ പറയാൻ ഒരു ഞെട്ടുന്നു. അപ്പം നിസ്സാരക്കാരനല്ല. അങ്ങനെ ആരെങ്കിലും പറയുന്ന കേട്ട് വാലാട്ടുന്ന പട്ടികൾക്കൊന്നും എന്നെ തോപ്പിക്കാൻ പറ്റത്തില്ല. ഇവിടം വരെ സ്വന്തമായിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ ഇവിടെ വരെ വന്നത് ഇനി ടോപ്പ് സ്പോട്ട് എടുക്കാൻ പോകുന്നത്. സോ ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിൽ അപ്പം ഈ ഇത്രയും പറഞ്ഞതെന്ന് പറഞ്ഞ് നമ്മുടെ ഇൻട്രോയുടെ തൊട്ട് മുന്നേ നടന്ന കുറച്ച് കാര്യങ്ങൾ അത് പറഞ്ഞിട്ട് ഇൻട്രോ പറയാൻ വിചാരിച്ചു. എൻ്റെ വീട്ടിൽ നെറ്റില്ലായിരുന്നു, അതുകൊണ്ട് എത്രയും ഡേറ്റ് ആയിപ്പോയി വീഡിയോ ഇടാൻ. അതിന് തൊട്ട് മാക്സിമം പെട്ടെന്ന് തന്നെ വീഡിയോ ഇടാൻ തുടങ്ങാം. ഇന്നത്തെ വീഡിയോ നമ്മുടെ സെക്കൻഡ് എപ്പിസോഡിനെ പോലെ ഫസ്റ്റ് എപ്പിസോഡിനെ പോലെ അല്ല, നമ്മളൊരു വാർ തുടങ്ങാൻ പോവാം ഈ എപ്പിസോഡിൽ. എന്തായാലും എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതിന് നമ്മൾ കുറേ സമയം കാണുന്നു. സോ പെട്ടെന്ന് എക്സ്പ്ലനേഷനിലേക്ക് കിടക്കാം. നിങ്ങളല്ല എത്രയും വെയിറ്റ് ചെയ്തല്ലേ. സോ ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും, ബിക്കോസ് ഐ ആം എക്സ്പ്ലെയിനേഴ്സ്. അങ്ങനെ നമ്മുടെ രണ്ടുപേരുടെ റൗണ്ട് 2 വേണ്ടി റെഡി ആയി നിൽക്കുക. ആരാദ്യം അടിക്കും ആരാദ്യം തുടങ്ങുന്നു പറഞ്ഞ് ഇങ്ങനെ എല്ലാവരും നോക്കിയിരിക്കും. സക്കുറേടാ വേണ്ടടാ ഇതൊക്കെ ഇവിടെ നിർത്തിയേക്കടാ എന്ന് പറഞ്ഞ് നമ്മുടെ നിന്നിരി. അങ്ങനെ പെട്ടെന്ന് രണ്ടുപേരോട് അങ്ങോട്ട് ഓടി അടുക്കാൻ തുടങ്ങിയതും പെട്ടെന്നൊരു മൈക്കുണ്ടോ. ഹലോ എടാ, ഈ മൈക്ക് ഓണാക്കുന്ന ബട്ടൺ എവിടാ? ഓ സോറി എൻ്റെ മൈക്ക് ഓൾറെഡി ഓണായിരുന്നല്ലോ. പെട്ടെന്നൊരു ശബ്ദം ഗൈസ് വെൽക്കം ടു ദ സ്കൂൾ എന്ന് പറയിട്ട് ഏതോ എടുത്തങ്ങിടുന്ന മൈക്ക് കൂടെ കിടന്നാലറിഞ്ഞു. എടാ പതിയെ പറയടാ എന്ന് പറഞ്ഞിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ വേറെ ആരോ ഇടും സംസാരിക്കാൻ. നിന്റെ മൈക്കിൽ നിന്നുള്ള വോയിസിന് എപ്പോഴും ഭയങ്കര ശബ്ദമാണ്. നീ നോർമലായിട്ട് സംസാരിക്കുക. കാരണം അപ്പുറത്തെ ആൾക്കാരൊക്കെ നിന്റെ ശബ്ദത്തിന് വേണ്ടി കംപ്ലൈൻസ് കൊടുക്കുക. ഇതാരാടെ ചുമ്മാ ഫൈറ്റിൻ്റെ ഇടയിൽ ഇൻട്രപ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നേക്കും. പക്ഷെ അതൊന്നും കുഴപ്പമില്ല, നീ വാ ഞാൻ റെഡിയാ, വാടാ അടിക്കടാ വാടാ. പക്ഷെ അവരാരും നമ്മുടെ സാക്കുറ പറഞ്ഞ മൈൻഡ് ചെയ്യുന്നേ ഇല്ലായിരുന്നു. എല്ലാവരും ആ മൈക്കിലേക്ക് തന്നെ നോക്കി ഇങ്ങനെ ഒരു പറയുന്നത് കേട്ട് ശ്രദ്ധിച്ചത് നിൽക്കുകയായിരുന്നു. ഇപ്പം നമ്മുടെ നിഹരി പോലും പേടിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുക. സോറി, അവൻ എപ്പോഴും കരയല്ലേ. ഈ ക്ലാസ്സിൽ ഇത്രയും വലിയ ആളെ തന്നെ നോക്കണമെങ്കിൽ ആരാടാ ഇയാള്? നമ്മുടെ ചെറുക്കനെ അപ്പം തന്നെ നിർത്തി. ഫ്യൂറിലെ ടോപ്പ്, ഫ്യൂറിലെ പ്രിൻസിപ്പൽ. യെസ് ഗൈസ്, ഞാനിപ്പോൾ കാണിച്ച അയാളാണ് ഫ്യൂറിലെ ടോപ്പ് നമ്പർ 1 ദി സ്ട്രോങ്ങസ്റ്റ് ഈ വിൻ ബ്രേക്കർ എന്ന് പറഞ്ഞ ഗ്യാങ് നടത്തുന്നത്. ഈ സൈഡിലും കേട്ട് നമ്മുടെ മൈക്ക് വീണ്ടും ഓണായിട്ട് വരുന്നത്. ഓ സോറി, ഞാൻ പറയാൻ എന്തുവാ, ഞാൻ മറന്നുപോയല്ലോ. ഇതെല്ലാം കണ്ടുപാടെ നമ്മുടെ ചെറുക്കൻ ഇതാണ് ഫ്യൂറിലെ ടോപ്പ്. ഇപ്പോൾ ഓർമ്മ. യു ഗൈസ്, നിങ്ങളെല്ലാവരും നിങ്ങളുടെ യൂത്തിലൊക്കെ നിൽക്കുന്നു. ജസ്റ്റ് എൻജോയ് യുവർ യൂത്ത് ഇയേഴ്സ്. നിങ്ങൾക്കിതൊക്കെ വലുതായി ഓർക്കുമ്പം നല്ല നല്ല ഫീലിങ്സ് കിട്ടാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ യൂത്ത് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് ജീവിക്കുക. നല്ല എൻജോയ്മെൻറ്റ് ഇപ്പോൾ വന്നവരൊക്കെ കണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് ഈ യൂത്ത് എൻജോയ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഈ ബീച്ചിൽ പോവുകയോ ഈ മൗണ്ടൻസൊക്കെ കയറുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഒക്കെ പോണേ നമുക്ക് നല്ലോണം എൻജോയ് ചെയ്ത് ഈ ബീച്ചൊക്കെ സ്ഥലമൊക്കെ ഉണ്ട്, നല്ല എൻജോയ് ചെയ്യാം. പക്ഷെ ഞാൻ പറയണ ബീച്ചാട്ടോ കുറച്ചുകൂടെ നല്ല, ഈ മലയൊക്കെ കയറി വെറുതെ എന്നാൽ കാര്യം ചെയ്യാം. ഈ വരുന്ന സമ്മർ വെക്കേഷൻ നമുക്ക് എല്ലാം കൂടെ ബീച്ചിൽ പോവാം. എന്ത് പറയുന്നു? അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ നിഹിരിയാണ് എന്തോ എന്ന് പറയും, ഷേവ് ഡൈസ് എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് നമ്മുടെ യുവച്ചാറോ അവനെ പിടിച്ചിട്ട് എന്താടാ നിനക്കതിൽ വല്ല കുഴപ്പം തോന്നിപ്പോൾ. അങ്ങനെ പെട്ടെന്ന് നമ്മുടെ ഗോചാരം എടുത്ത് രക്ഷപ്പെടാൻ വേണ്ടി നമ്മുടെ നീര് പെട്ടെന്ന് നമ്മുടെ സാക്കുറയുടെ കാലിലോടെ എന്ന് പറയും, സാക്കുറയെ രക്ഷിക്കടാന്ന്.
സോ ഇന്ന് നമ്മുടെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർ അതുകൊണ്ടൊന്നും ചേരാനുള്ള വഴിയൊന്നുമില്ല. എല്ലാവരും രണ്ടും തല്ലും ബഹളമൊക്കെ ആയിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞത് വെച്ചാൽ നിങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റില്ലേ വേണ്ട. നിങ്ങൾ തമ്മിൽ തല്ലുകൂടാതെ അടിയിടാതെ ജസ്റ്റ് ആ ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുക. അങ്ങോട്ട് സംസാരിക്കാനും ചിരിക്കാനും വയ്യെങ്കിൽ വേണ്ട, അടിയിടല്ലേ. ഇത് കേട്ടപാടെ നമ്മുടെ ഗോചാരമാണെങ്കിൽ ഇവിടുത്തെ ചോരയൊക്കെ തുടച്ചു കളയുക. അപ്പോൾ സൈഡിൽ നമ്മൾ സാധനം പറയുന്നുണ്ട്, നീ ആ തുടച്ചു കളഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല, കാരണം ഞങ്ങളെല്ലാം കണ്ടെന്ന് വെയിറ്റ് ചെയ്യാന്ന്. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഇതോടെ പറയില്ലെങ്കിൽ അത് വല്ല മോശമാണ്. പ്രൊട്ടക്ട് ദ ടൗൺ, അതായിരിക്കും നിങ്ങൾ ഇവിടുത്തെ മെയിൻ ജോലി. ഈ പ്യൂർ നൈസ് സ്കൂൾ എന്ന് പറഞ്ഞ ബ്രൂക്ലിനിലെ ഈ ഒരു സ്കൂൾ നടത്തുന്നത് തന്നെ നിങ്ങളുടെ ടൗൺ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഈ കാര്യം ഇവിടെ ആരും മറക്കാൻ പാടില്ല. ഈ സമയത്ത് നമ്മുടെ സാക്കുറ ആലോചിക്കുന്നേ, ഇയാളാണ് ഇവിടെ മൈക്ക് വെച്ച് സംസാരിക്കുന്നേ ഉള്ളൂ. ഇതുവരെ അവരുടെ മുമ്പിൽ പോലും വന്നില്ല. ജസ്റ്റ് ഒരു മൈക്കിൽ കൂടെ തന്നെ ഇത്രയും പേര് ഇയാൾ മോട്ടിവേറ്റ് ചെയ്തെടുത്തോ. അത് കഴിഞ്ഞിട്ട് ആ മൈക്കിലൂടെ സംസാരിക്കുന്ന ഫ്യൂറിലെ ടോപ്പ് പറയും, ശരി ഇനിയെല്ലാം നിങ്ങളുടെ വരിക, ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് മൈക്ക് ഓഫ് ചെയ്യും. അപ്പം അതിനിടയ്ക്ക് ഫാനോ ഒരു വന്നിട്ട്, അപ്പം എങ്ങനെയാ നിങ്ങൾ മാസ്റ്റർ പറഞ്ഞ പോലെ എല്ലാവരും ഷേക്കാനെടുത്ത് ഫ്രണ്ട്സ് ആകുമ്പോഴല്ലേ? അതെന്തിന്, ഞങ്ങളുടെ ഫൈറ്റ് തര കഴിച്ചിട്ടൊന്നുമില്ല. അത് മാത്രമല്ല, അവൻ എൻ്റെ അടുത്ത് ആദ്യം ഫൈറ്റിന് വന്നു. വെറുതെ തന്നെ എൻ്റെ അടുത്ത് നിന്ന് ടേബിളും പഠിച്ചറിഞ്ഞ് എന്നെ ഇടിക്കാൻ വന്നു പോരെ. ഇനി ഞാൻ എൻ്റെ കൂടെ ഷേക്കാനെ കൊടുത്ത് ഫ്രണ്ടാവുമ്പോൾ സാക്കുറ നിന്റെ മുഖം എന്താടാ ചുമക്കുന്നേ? സോ സാക്കുറ, നീ ഇവിടെ ടോപ്പ് സ്പോട്ടൊക്കെ എടുക്കാൻ വന്നിട്ട് നീ കണ്ണി കാണുന്ന എല്ലാവരോടും അടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നിനക്ക് ഈ ടോപ്പ് സ്പോട്ട് എടുക്കുന്ന കാര്യം അത്ര എളുപ്പമായിരിക്കും. കേട്ടാരോ, നീ ഇങ്ങനെ വരുന്നവരുടെ എല്ലായിടത്തും പോയി ഫൈറ്റ് ചെയ്യുക അടിയുക എന്നൊക്കെ ഉള്ള കാര്യം ഞാൻ പോയി ലീഡറിനോട് പോയി പറയട്ടെ. അങ്ങനെ അവിടെ ഗേത്താറ് കഴിഞ്ഞില്ല ചേക്കാന് വേണ്ടി എൻ്റെ ഫ്രണ്ട്ലി ആകാൻ വേണ്ടി വിചാരിക്കും. ശരിക്കും എനിക്ക് കയ്യൊന്ന് ഫ്രണ്ടാവും നോക്കുക എന്ന് പറയാൻ നമ്മുടെ സാക്കർ ഇങ്ങനെ ആലോചിക്കുക. നീ ഇന്ത്യ നോക്കിയിരിക്കുന്നത് പെട്ടെന്നാണ് ചേക്കാറ്റ് എടുത്തിട്ട് വീട് കാര്യം കഴിക്കില്ലേ? ശരിക്കും എൻ്റെ കൈ പിടിച്ചാൽ ചേക്കാന് കൊടുക്കണോ? ഒരാളെ ഫൈറ്റ് ചെയ്യാതെ ഞാൻ എങ്ങനെയാണ് ദേഹത്ത് തൊടും? അങ്ങനെ നമ്മുടെ സാക്കുറ വലിയ നാണിച്ചും പ്രതിയും നിന്നുമൊക്കെ കഷ്ടപ്പെട്ടും ദേഷ്യമുള്ളിൽ അടക്കിയും രണ്ടുപേരും ഷേക്കാൻ്റെ കൊടുത്തു. പക്ഷെ എല്ലാവരും വിചാരിച്ചു അവിടത്തോടെ ഫൈറ്റ് കഴിക്കുന്നു. ഇല്ല ഗൈസ്, ശരിക്കുള്ള ഫൈറ്റ് അവിടെ തുടങ്ങിയതേ ഉള്ളൂ. രണ്ടുപേരും കയ്യിൽ എല്ലാം ഒടിച്ചിട്ട് ഇനി കൈവിടെ തുറന്നു. പെട്ടെന്ന് കുറച്ച് ആൾക്കാർ നമ്മുടെ സാക്കുറയെ പിടിച്ചു ഒറ്റത്തുള്ളു. കിടക്കുന്ന ചപ്പാത്തി അവിടെ പോയി കിടന്നു. ഇനി നിൻ്റെയൊക്കെ വിഷയം എന്താടാ? താങ്കളെ ദേഷ്യപ്പെടാൻ തോന്നുന്നു. പെട്ടെന്ന് അമ്മ മുന്നിട്ട് അവനെ കിടന്ന് അഭിനന്ദിക്കുന്നു. ഇന്ന കിക്കോടെ നീ കൊടുത്ത് അവന് മൂക്കിനത് ചോര വരച്ച് നീ ഇജാതി ഫ്ലെക്സിബിൾ ആണല്ലോ എന്നൊക്കെ. അങ്ങനെ ഇക്കോ നമ്മുടെ സാക്കുറ ആലോചിക്കുന്നു. ശരിക്കും ഇവിടെ വന്നതിന് ശേഷം എനിക്ക് എന്തുമാത്രം കാര്യം സംഭവിച്ചത്. എല്ലാവരും എൻ്റെ മുടിയും എൻ്റെ സ്വഭാവം കണ്ട് കളിയാക്കുന്നവരെല്ലാം എന്നെ എപ്പോഴൊക്കെ അഭിനന്ദിച്ചും സന്തോഷിപ്പിച്ചും എന്നെ വലിയ കാര്യം പോലെ ആളുകളെല്ലാം നോക്കുന്നേ. ഇവിടെ നിന്ന് കൊണ്ടായിരിക്കുന്നേ പിന്നെ വല്ല അമ്മക്കെല്ലാണോ പിടിച്ചത്? എൻ്റെ ബോധം പോയുള്ളൂ. അവിടെ എനിക്കൊന്ന് ഞാൻ അമ്മയ്ക്ക് പിടിച്ചത്, അവനെ വിട്ടേ. നിന്റെ അടയായിരിക്കുന്നേ ഞാൻ അത്ര വീക്കാന്ന് തോന്നുന്നു. പിടിച്ചപ്പോഴത്തേക്ക് ഞാനൊന്നും വാങ്ങിപ്പോവാൻ പെട്ടെന്ന് എടുക്കാൻ ക്ലാസ്സിൻ്റെ പുറത്ത് വന്നിട്ട് വാ നമ്മൾ റോളിങ്ങിന് പോവാ. അതിന് ഇയാളാരാ? ഇപ്പഴല്ലേ ക്ലാസ് തുടങ്ങിയല്ലേ ഉള്ളൂ, നീ എന്നോട്ടേക്ക് പോവാൻ? സാക്കുറ അവിടെ നല്ലോണം പെയിൻ്റ് ആയിട്ടില്ല കേട്ടോ, നീ അതൊന്നോടൊന്ന് വൃത്തിക്ക് പെയിൻറ്റ് ചെയ്യും. ഇവിടെ എന്ത് സംഭവിക്കുന്നേ? ഞാൻ ഇവിടെ കുറച്ചുകൂടെ പെയിൻറ്റ് എടുത്തിട്ടുണ്ട്, ഇനി നിങ്ങളെല്ലാം നല്ലോണം പെയിൻറ്റ് ചെയ്തോ. നേരി നീ നല്ലോണം പെയിൻറ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ, ഇവിടെ എല്ലാം വൃത്തിയായി ക്ലീനായി കിട്ടി. ആ സമയത്ത് നമ്മുടെ സാക്കുറയുടെ മോന്ത് എങ്ങനെ ഇരിക്കുന്നേ? ഇവിടെ എന്തേ നടക്കുന്നേ? ഞാൻ ഭ്രാന്താടിയത്, ഞാൻ ഇവിടെ എന്തിനു പെയിൻ്റ് അടിക്കുന്നേ എന്ന് പറഞ്ഞ് നമ്മളൊരു 30 മിനിറ്റ് മുമ്പേ കാണിച്ചു. ഓക്കെ, 30 മിനിറ്റ് മുമ്പ് ഇവരെല്ലാം ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നിന്ന് നിൽക്കുമായിരിക്കും. അപ്പോൾ വേറെ ഇട്ടങ്ങൾ നരയ്ക്കാൻ തുടങ്ങി. വേഗം വാടാ, നീ ഇത് അടുത്തറ നേരം എടുക്കുന്നേ. നീയൊക്കെ വരാൻ ലേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അമ്മമാരെല്ലാം കൂടെ എന്നോട് കിടന്ന് ചാടാൻ തുടങ്ങും, പിന്നെ എന്നെ പിടിച്ചിട്ട് അടിക്കും അമ്മമാരെല്ലാം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടം വരെ വരാൻ 7 മിനിറ്റ് 47 സെക്കൻഡും പിന്നെ 26 മിനിറ്റ് സെക്കൻഡ്സ് ആണെന്ന് തോന്നുന്നു. അത്ര നേരം എടുത്തു. ഓക്കെ, ഞാൻ സീരിയസ് ആയിട്ട് കാര്യം പറയാം. ഇവന്മാരെല്ലാം മറ്റേ കിണ്ടർഗാർഡൻ പിള്ളേരോട് എല്ലാം ചേർത്ത് അവർ ഇതിലും ഫാസ്റ്റായിട്ട് ഓടി വരും, അത് സത്യമാണ്. ബൈ ദ വേ ഇവൻ്റെ പേര് ഹിരാക്കി. ഇത് മറ്റേ ഇന്നലത്തെ പുള്ളിക്കാരനല്ലേ, മറ്റേ ഇന്നലത്തെ ഫൈറ്റ് നമ്മൾ പോകുന്നത്. അപ്പം മിഹിരി എന്തൊക്കെയാണ് നടത്തി അറിയുമോ? അത് പിന്നെ ഇന്നലത്തെ ഫൈറ്റ് ഇല്ലായിരുന്നോ, മറ്റേ കാഫറ്റീരിയയിലെ നമ്മുടെ ടാച്ചിബാനെ സേവ് ചെയ്ത സംഭവം. ആ ഫൈറ്റ് നടക്കുമ്പോൾ പറഞ്ഞത് നമ്മുടെ ഹിരാഗി ഓടി വന്ന് നമ്മുടെ ചെറുക്കൻ്റെ വായ അങ്ങ് പൊട്ടും. എന്നിട്ട് അവനെ എടുത്തോണ്ട് അങ്ങ് ഓടാൻ തുടങ്ങും. ഓടിയെടുത്ത് അവൻ എവിടെ കൊണ്ട് എറിയും. നമ്മുടെ സ്ഥാനവയ്ക്കും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്തുവേ നടക്കുന്നതെന്ന്.
അതെനിക്ക് വേന എടുത്തു, നിനക്ക് എന്താണ് എനിക്ക് വേണ്ടേ എന്നൊരു സാക്കുറ ദേഷ്യപ്പെടണോ. അപ്പൊ ഇരാഗി എന്നോട് ഞാൻ പറഞ്ഞിട്ട് ആരോടും പറയില്ലെന്ന്, കാരണം കൊച്ചു ഹാസൻ എന്ന് പറഞ്ഞ എടുത്താൽ അവിടെ ഉണ്ടെന്നുള്ള കാര്യം ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മതി. ഞാൻ അടുത്തേ നിനക്കെന്താ സംസാരിക്കുന്നില്ല, മനസ്സിലാവുന്നുണ്ടോ? ഇല്ല, നിനക്കോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒന്ന് സാധനം നീതി അവിടെ രണ്ട് കൊറ്റഹാർ എന്ന് പറഞ്ഞ ആളവിടെ ഇല്ലായിരുന്നു കേട്ടല്ലോ. അഥവാ നീ ഇനി ഉണ്ടെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്ന് ചോര ഒപ്പിച്ചാവും എന്ന് പറയുമ്പോൾ ചെറുക്കൻ ഈ ഡ്രസ്സിനടുത്ത പോക്കറ്റിൽ നിന്ന് ഒരു ബ്ലൂ കളറിൽ ഒരു ബബിൾ കപ്പിൻ്റെ ഒരു മരുന്ന് കൊടുത്തെടുക്കും. എന്നിട്ട് അത് വായിട്ട് കഴിക്കുന്നുണ്ട്. രോഗം കാണും, നമ്മുടെ സാക്കുറ ശ്രദ്ധിക്കുന്നുമുണ്ട്. ശരിക്കും നീ ഇവിടെ എന്തിനാ വന്നതെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ നീ വന്ന് പെട്ടിരിക്കുന്ന ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ലീഡറിൻ്റെ കീഴാണ്. സാക്കുറ അവൻ നിന്നോട് എന്താ പറഞ്ഞേ? പ്രത്യേകിച്ചൊന്നും പറയില്ല. അവന് പെട്ടെന്ന് ദേഷ്യം വന്നു, എന്തിനാണാവോ? ഇത് കഴിഞ്ഞ് അവൻ എന്തോ ഒരു മരുന്ന് കഴിച്ച് പെട്ടെന്ന് തണുക്കും. ഇതെത്ര നമ്മുടെ സാക്കുറ പറയുന്നത് കേട്ടിട്ട് അതെല്ലാം നമ്മുടെ നേരിയ ബുക്കിലേക്ക് എഴുതി വെക്കും. അതിന് നമ്മുടെ ചെറുക്കൻ ചോദിക്കുന്നുണ്ട്, ഇതെല്ലാം എന്തിനാണ് എൻ്റെ ബുക്കിലേക്ക് എഴുതി വെക്കുന്നതെന്ന്. കാരണം ഇരാഗി എന്ന് പറയുന്നത് 4 ടോപ്പ് ലീഡേഴ്സിൻ്റെ ഒരു ടോപ്പ് ലീഡറാണ് ഇരാഗി. ഓക്കെ, ഈ ഹീറോയുടെ രീതിയിൽ എങ്ങനെ വെച്ചാൽ ടോപ്പിൽ ലീഡറുണ്ട്, പിന്നെ അതിൻ്റെ താഴെ 4 ലീഡേഴ്സുമുണ്ട്. ഈ ഓരോ ലീഡറിൻ്റെ താഴെ 3 ക്ലാസ് ലീഡറുണ്ട്. അങ്ങനെയാണ് ഇവരുടെ രീതി. ജസ്റ്റ് ലൈക്ക് നമ്മുടെ ടോക്കിയോ റോജേഴ്സ് പോലെ തന്നെ. ഏറ്റവും ആദ്യം നമ്മുടെ മൈക്ക് ഇരിക്കുന്നു, മൈക്കിൻ്റെ താഴെ ഓരോ ഡിവിഷനിലും ഓരോ ആൾക്കാർ ഇരിക്കുന്നു, അവർ കീഴിൽ വർക്ക് ചെയ്യാൻ ഓരോരുത്തരുണ്ട്. അങ്ങനെ അപ്പം നമ്മൾ ക്ലാസ് 1 ഉണ്ടാവോ നമ്മുടെ ടീം വണ്ണി നിൽക്കുന്നേ? അങ്ങനെയൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഫ്യൂറിൻ എന്ന് പറയുന്നത് ശരിക്കും 4 ടീമാണ്. ടാമോൺ ടീം, ജോജോ ടീം, പിന്നെ ജിക്കോക്കു ടീം, പിന്നെ കൊമോക്കു ടീം, അങ്ങനെയൊക്കെ പറഞ്ഞു. ചിലതൊന്നും ഞാൻ പറഞ്ഞാൽ ശരിയല്ല. കഴിഞ്ഞാലും നമുക്കിനി ഹിരാഗി എടുത്തു തരാം. സോ ഹിരാഗി പറയും എല്ലാവരും 4-5 ഗ്രൂപ്പിലേക്ക് തിരിയൂ, ഓരോ ഗ്രൂപ്പിലും ഒരു 3rd ഇയറോ ഒരു 2nd ഇയറോ വെച്ച് കയറും. വേട്ട. പിന്നെ നിങ്ങളുടെ ടീമിലുള്ള ലീഡേഴ്സ് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കണം, കാരണം അതാണ് ഇവിടുത്തെ റൂൾ, അതാണ് നിയമം. അത് തെറ്റിക്കാൻ നിങ്ങൾ ഇവിടുത്തെ രീതിയും കാര്യങ്ങളെല്ലാം പഠിക്കണം. എന്നിട്ട് എല്ലാവരും നീങ്ങ ഇറങ്ങ. ഓക്കെ, എവിടെയാന്ന് വെച്ചാൽ ഞാൻ വരാം. പക്ഷെ ഞാനെന്തിനാ ഇവൻ്റെ കൂടെ നിൽക്കുന്നേ? നിങ്ങൾ വന്ന ദിവസം തന്നെ കാണിച്ച അടിയും ബഹളവും ഒക്കെ എല്ലാം ഞങ്ങൾ അറിഞ്ഞു. അതുകൊണ്ട് തന്നെ നിങ്ങളെ രണ്ടുപേരും ഇനിയും വേർതിരിച്ച് വെക്കാൻ വേണ്ടിയാണ് നിന്നെ ഇവിടെ നിർത്തിയേക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും വേറെയാണ്. വളരെ ആഗ്രഹം പറയും. അത് പിന്നെ ഇവനെ വന്നെടുത്ത് എൻ്റെ ഒരു ഡെസ്ക് ഓരോ കുത്തൊക്കെ വലിച്ചെറിഞ്ഞ് എന്നെ മോത്തിപ്പിക്കാനൊക്കെ വന്നല്ല. ഞാനൊന്നും ചോദിക്കാം, നിങ്ങൾക്ക് അടിയേണ്ട കാര്യം എന്ത് കോപ്പായാലും എനിക്കൊരു വിഷയമല്ല. പക്ഷേ നിങ്ങൾ ഇനിയും തൊട്ട് മാറി 2 ആയിട്ട് നിൽക്കും. നിങ്ങൾക്ക് കിൻഡർ ഗാർഡനിലെ പിള്ളേർ അടിയിടുമ്പം അവിടുത്തെ ടീച്ചർ വന്നിട്ട് 2 പിള്ളേരെ മാറ്റി വെക്കുന്ന പോലെ. ശരി, ഇപ്പം നമ്മൾ ടൗണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണെങ്കിൽ എവിടെ ഈ പല ആൾക്കാർ അവരെ നമുക്ക് ഇടിച്ച് നശിപ്പിച്ചാൽ നമുക്ക് ടൗൺ രക്ഷിക്കാമല്ലോ. നിനക്കെപ്പോൾ ഇതൊക്കെയാണോ എൻ്റെ ടൗൺ രക്ഷിക്കുന്ന മീനിങ്? നമ്മൾ ടൗണിൽ യൂണിഫോം ഇട്ട് കറങ്ങുന്നതിൻ്റെ രീതി എന്താ വെച്ചാൽ ഈ കൊച്ചുകൊച്ചായിട്ടുള്ള ഗ്യാങ്സ് ഉണ്ടല്ലോ, ആ ഗ്യാങ്ങുകളൊന്നും കൂടുതൽ നമ്മുടെ ടൗണിൽ കയറി മേയാൻ നിൽക്കത്തില്ല. അതോ ഇനി നമ്മൾ ഇവരെല്ലാം അടിച്ച് തിരിപ്പിക്കാൻ പോവുകയാണെങ്കിൽ അതിനെ പറഞ്ഞ റീഡിങ് ഉണ്ടാവും. ഇതെല്ലാം കേട്ട് സാക്കര പറഞ്ഞേ ഇതെല്ലാം എന്തോ മടുപ്പാടേ. അതുകൊണ്ട് അയ്യാതെ പറയും, നിനക്ക് എപ്പോഴെങ്കിലും ഫൈറ്റിങ് ഒക്കെ തന്നെയാണോ കേൾക്കുന്നത്? നിന്നെ മടുപ്പ് ക്യാരക്ടറാണ് കേട്ടോ. ഹരിയാകയാണെങ്കിൽ അവിടെ ഒരു അമ്മച്ചി ഒരു ഏണി തുറന്നുകൊണ്ട് പോയി. ഇതുകൊണ്ട് നമ്മുടെ ചെറുക്കനാണെങ്കിൽ നെഞ്ചുടിക്കാതെ ചത്തുപോകുന്നുള്ള രീതിയായി. അവനാണ് അവൻ്റെ സകല ജീവനും ശക്തിയും എടുത്ത് ആ അമ്മച്ചെ ഏണിയ മണ്ട വരെ കയറി സഹായിച്ച് അമ്മച്ചിക്ക് എന്തോണോ വേണ്ടി ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഓടുമായിരിക്കും ജീവൻ കളഞ്ഞ്. എല്ലാം കണ്ട അവർ ഭയങ്കര ഓടിക്കില്ല. ഓക്കെ, ഇതാണ് 30 മിനിറ്റ്സിന് മുമ്പ് നടന്ന കാര്യം. ശരിക്കും അതിന് ശേഷമായി ഇവർ ഈ പെയിൻറ്റിങ് എല്ലാം ചെയ്യാൻ വരുന്നത്. നമ്മുടെ സാക്കുറാണ് നല്ല ദേഷ്യത്തിരിക്കുക. ഇതൊക്കെയാണ് ബഫറിൻ സ്കൂളിൻ്റെ മെയിനായിട്ട് പണി. ഇതെന്താ കുന്തവാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറുക്കൻ അവിടെ അല്ലറുള്ള. ഓക്കെ, അതിന് ശേഷം അവരവരുടെ പണി കഴിഞ്ഞതിന് ശേഷം ചെറിയ എന്തോ ഒരു സ്നാക്സ് ഉള്ള ഐറ്റം കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ കഴിച്ച് പോകുന്ന വഴിക്ക് നമ്മുടെ സാക്കുറയോട് അവർ പറയുന്നുണ്ട്, എടാ ഈ എപ്പോൾ നോക്കിയാൽ ഈ ഫൈറ്റ് ചെയ്യുന്നതും അതും മാത്രമല്ല ഈ ഫണ്ണായിട്ടുള്ള കാര്യം. ഇതിനിടയ്ക്ക് ഈ ചെയ്യുന്ന പെയിൻറ്റിങ്സും ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ ഫണ്ണാണ്. പക്ഷേ നീ മനസ്സിലാക്കി കുറച്ച് സമയം എടുക്കും. പക്ഷേ നീ അത് മനസ്സിലാക്കി തുടങ്ങുമ്പോൾ നിനക്ക് ഇഷ്ടപ്പെടും. അങ്ങനെ നടന്ന് അവർ ഓപ്പോസിറ്റ് ടീമിൻ്റെ ബോർഡറിൻ്റെ അവിടെ എത്തും. അങ്ങനെ അവിടെ എത്തിക്കേണ്ട അവരുടെ ഈ മെയിനായിട്ടുള്ള ഒരു ലോകം ഉണ്ടല്ലോ. അപ്പോൾ വിൻഡ് വേക്കേഴ്സിന് അതിൻ്റെ ലോകമുണ്ട്, ഇവർക്ക് ഇവരുടെ ഒരു ലോകം. അവരുടെ ലോകം ഒരു പട്ടിയുടെ വിട്ടാണ്. അപ്പം നമ്മളിറങ്ങി പറയാം, അയ്യേ എന്തൊരു വൃത്തിയായിട്ട പട്ടി അവിടെ ലോകമായിട്ട് വെച്ചേക്കുന്നതെന്ന്. എടാ പൊട്ട ഒന്നും പറയടാ, നീ എന്ത് വിളിച്ച് പറയുന്നേ? ഓപ്പോസിറ്റ് ടീമിൻ്റെ ബോട്ടിൽ വന്നിട്ട് അവരുടെ ലോകം തന്നെ തന്നു. അവരിവിടെ വന്ന് കറങ്ങടപ്പുണ്ടാവും. ഇന്ന് എനിക്ക് വല്ല മേടിച്ചു തരും. നീ ഇപ്പം നോക്കി ആ പട്ടീനെ വിളിച്ചതാണ് അവരുടെ ചിഹ്നം. അവരുടെ ഗ്യാങ്ങിൻ്റെ പേര് ഹിസ്റ്റോറിയർ എന്നാണ്.
ആൻഡ് അവർ ഈ പവറിനെ മാത്രം അവരെ ഈ മെയിനായിട്ട് ബിലീവ് ചെയ്യത്തുള്ളൂ. പവറുള്ളവനാണ് അവിടെ ഏറ്റവും വലുത്. ആൻഡ് അവിടുത്തെ റൂൾസും നമ്മുടെ റൂൾസും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. എനിക്ക് അങ്ങനത്തെ സ്റ്റഫൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പെട്ടെന്ന് ഓപ്പോസിറ്റ് ടീമിൻ്റെ ബോർഡറിൽ നിന്ന് ഏതോ ഒരു ചെറുക്കിടുന്നോട്ടേക്ക് ഓടി വരുന്നു. അവൻ നമ്മുടെ ടീമിലുള്ളതാണ്. അവൻ നമ്മുടെ മിഡിൽ സ്കൂളിൽ പഠിക്കുന്നതാണ്. ഈ ഓട്ടം കണ്ടു കഴിഞ്ഞാൽ അറിയാം അവൻ ഇവിടം വരെ ഒന്നും മേക്ക് ചെയ്യത്തില്ല. അവൻ്റെ പുറയിലും ആൾക്കാരുണ്ടല്ലോ, അവൻ്റെ പുറയിലുള്ള ഓപ്പോസിറ്റ് ഗ്യാങ്ങിൻ്റെ ആൾക്കാരാണ്. അവർ മിക്കവാറും അവനിപ്പം പിടിക്കും. പെട്ടെന്ന് അതിറങ്ങി അടിച്ച് താഴെ വീഴുകയും ചെയ്യും. ഇനിയിപ്പോൾ എങ്ങനെ അവൻ ഓടി ഇവിടെ എത്താൻ? പക്ഷെ എന്ത് ചെയ്യാനാ, അപ്പുറത്തമ്മമാർ പിടിക്കാൻ വരുമ്പോഴത്തേന് നമ്മുടെ സാക്കുറയും കൊച്ചേറയും കൂടെ അവൻ്റെ മോന്ത അടിച്ച് തിരിക്കും. ഇതുകൊണ്ട് എല്ലാവരും സ്ഥിരം പോലെ അങ്ങ് ഞെട്ടിപ്പോയി. മരെന്താ എപ്പര കാണിക്കാൻ പോകുന്നതൊന്നും പറയാൻ പറ്റത്തില്ല. കൊത്താരോ, ഞാനിതൊക്കെ നോക്കിയോളാം. നിൽക്കുന്ന രാവിലെ കുറച്ച് അടി കിട്ടിയതല്ലേ, നീ വേണേൽ അവിടെ പോയി റെസ്റ്റ് എടുത്തോ. അങ്ങനെ ഓപ്പോസിറ്റ് ടീമിൽ നിന്ന് വീണയാളെ അവൻ്റെ കൂട്ടുകാരെ തന്നെ അവനെ കളിയാക്കിക്കൊണ്ടിരിക്കുക. അയ്യേ നീ ഇത്രയും വീക്കാണോ, അയ്യേ അയ്യേ എന്നൊക്കെ പറഞ്ഞ്. ഇതാണ്ട് അവിടെ സാക്കറി ഇവരൊക്കെ സെയിം ടീമിൽ തന്നെ ആണോടെ എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്നു. പെട്ടെന്ന് അവിടെ ആണെങ്കിൽ വേറൊരുത്തനും കൂടെ വരും. അമ്മോട്ട് പറയും, നിങ്ങളെന്തോ ഒരുത്തൻ്റെ കുറേ ഓടുന്നൊക്കെ ഉണ്ടല്ലോ, അത് കണ്ടിട്ട് ഞാനിങ്ങോട്ട് ഞാൻ വന്നേ, എന്തോ ഇഷ്ടമെന്ന് കുറേ ചോദിച്ചുകൊണ്ട് വരും. അവനെ കണ്ട അവിടെ ബാക്കി അവിടെ നിന്ന് രണ്ടുപേരും പെട്ടെന്ന് തല പിടിക്കും. സോ ഇവന് ലീഡറാണ്. സോ ഇവൻ്റെ പേരാണ് ജോയ്. ജോയ് എന്ന് വിളിച്ചാൽ മതി. ഇപ്പം ഇവൻ ഓപ്പോസിറ്റ് ടീമിലെ വൺ ഓഫ് ദി ബിഗ് ലീഡേഴ്സാണ്. നമ്മുടെ ഇവിടുത്തെ കൂട്ട് തന്നെ 4 ലീഡേഴ്സിൻ്റെ കൂട്ട് തന്നെ ഇവനും അവിടുത്തെ 4 ലീഡേഴ്സിൻ്റെ ഒരാളാണ്. വന്നപ്പോൾ തന്നെ അവൻ ചോദിക്കുന്നത്, ഇവറിനെന്ത് എവിടെ കാര്യം? അത് പിന്നെ നിങ്ങളുടെ ആൾക്കാരാണെങ്കിൽ ഞങ്ങളുടെ ഒരു ചെറുക്കിന് ഇവിടെ ചേസി ആയിരുന്നു, അതാ പെട്ടെന്ന് അറിയാതെ. ഓവേ നീ ഹൈയാകെയല്ലേ? ഇല്ലല്ലേ? ഹായ് ഹായ് ഹായ്, നിനക്ക് എപ്പോഴൊന്നും കാണാൻ പറ്റത്തില്ല. ചെറുക്കൻ നമ്മുടെ സാധനോട് കൂട്ടാണ് കേട്ടോ. പെട്ടെന്ന് അതിനകത്ത് അടി കിട്ടിയവൻ എണ്ണിച്ചിട്ടങ്ങ് പറയാൻ തോന്നും, മതിയുടെ എവിടെ കണോ നീക്ക് ഉണ്ടാക്കി മതി ഇന്ന് സ്ഥലത്ത് വിട്ടുപോയത്, നീയൊക്കെ എവിടെ കയറിട്ടാ കളിക്കുന്നത് നിനക്ക് അറിയാവടാ, നീന്ന് ഇവിടെ കൊണ്ട് മര്യാദയ്ക്ക് പോകത്തുള്ളതൊക്കെ പറഞ്ഞ് അവനെങ്കിൽ പട്ടിഷോ രണ്ടരം കിട്ടിയിട്ടും പട്ടിഷോ കൊടുത്തില്ലാണ്. തലയ്ക്കൊരു ഒറ്റ അടി, ഗ്ലാസ് തെറിച്ച പീസ് എണ്ണാൻ പോയി കഴിഞ്ഞാൽ വേറെ ആരുടെ വിട്ടേക്ക് അവളുടെ സമയം കിട്ടി. പക്ഷേ ഇയാൾ കുറച്ച് സീനാന്ന് തോന്നുന്നു കേട്ടോ. അവനെ തലയ്ക്ക് വിളിച്ചിട്ട്, നീ എന്തിനാണ് ഇവിടെ കിടന്ന് ഗ്യാങ്ങിൻ്റെ കാര്യമൊക്കെ ചിലയ്ക്കുന്നേ? നമ്മുടെ ഈ ഗ്യാങ്ങിന് നിയമം വരത്തില്ലേ, പവറുള്ളവൻ ഗ്യാങ്ങിൽ, അല്ലാത്തവരെല്ലാം പുറത്ത്, നീ ഇനിയും പുറത്താ വീക്ക്. പക്ഷെ നമ്മുടെ ഇരാഗി പറയും, ഇടം നിർത്തടാന്ന് പറയും. അപ്പഴേക്കും അവനെ അടിക്കുന്നതന്നെ നിർത്തുന്നു. അതുവരെ ഒരു ഇതില്ല അവൻ അടിച്ചോണ്ടിരിക്കുക. അവൻ നിന്റെ ടീമല്ലടാ, അവനെ വിറാന്ന് പറഞ്ഞു. അയ്യോ അത് നിങ്ങൾക്ക് ഞങ്ങളുടെ നീം പറയാൻ കേട്ടാ എന്ന് പറഞ്ഞിട്ട് അവനെ കോട്ടിങ് വലിച്ചങ്ങ് കൂരും അവൻ്റെ തീർത്തുന്നു. ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ളവർക്ക് മാത്രം ഞങ്ങളുടെ ഗ്യാങ് സ്ഥാനമുള്ളൂ, അല്ലാത്തവരെല്ലാം ഇവിടുത്തെ പുറത്താണ്. അതാ ഇവിടുത്തെ നിയമം. അയ്യയ്യേ, ഇതൊന്നുമല്ല ഞാൻ നിങ്ങളുടെ ഗ്യാങ്ങിനെ കുറിച്ച് ചോദിച്ചേ. സ്വന്തം ടീമിലെ ഒരു കൊച്ചിയാർക്കെന്നെ തന്നെ എടുത്തിട്ട് ഇടിച്ച് അതിൽ പട്ടിച്ച കാണിക്കുന്നു. ഇതാണ് നിങ്ങളുടെ വലിയ പവർ. ഇത് വല്ലാത്ത ഗോഡൗൺ ആയിപ്പോയി. അമ്മ നമ്മള് വീക്കെന്ന് പറഞ്ഞാ കൊല്ലണ്ട അവനെ, വറച്ച് അമ്മാൻ. ഒന്നും കുഴപ്പമില്ല, ഇവനിരിക്കട്ടെ. എനിവേസ് നിന്റെ മുടി നേർക്ക ഇങ്ങനെ വൈദവേ, നീ എന്നെ പട്ടി പിടിപ്പിക്കുന്ന ചെറുക്കാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചെറുക്കൻ ചെറുതായിട്ടൊന്ന് ദേഷ്യപ്പെടാൻ തുടങ്ങി വരുന്നത്. പക്ഷെ അതിനുള്ള കൂടെ ചേർത്ത് നിനക്ക് പിന്നെ തരാടാന്ന് പറഞ്ഞ് അവരവിടുന്ന് പോകും. പിന്നെ നിന്റെ മുഖം ഞാൻ ഒരിക്കലും മറിക്കത്തില്ല സാക്രേ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ചെറുക്കനും പിള്ളേരും നമ്മളെ ഷോ കാണിച്ച് നമ്മുടെ മൈക്കയുടെ കൂട്ടേക്കോ എനിക്ക് തോന്നിയത്. ആ സ്റ്റൈലവിടെ നോക്കുന്നു. എടാ കഴുതകളെ, നീയൊക്കെ എന്താടേ കാണിച്ചു മുട്ടിയേ? നിങ്ങൾക്ക് മുട്ടി ആരെടുത്താന്ന് വരെ നിനക്ക് അറിയാവടാ. ചത്തി ഞാൻ അടംവീടുമെല്ലാം വിടാൻ പോവാ. അവന്മാരൊന്നിനി മേഞ്ഞ് കളയും നമ്മളെ. ഒരു യുദ്ധത്തിലുള്ള ഉറപ്പാടാ, ഉറപ്പാ. നമ്മുടെ സായോ ഇവൻ്റെ പേടിയാൻ മറന്നുവല്ലോ. അതല്ല നമ്മുടെ ഈ ബ്രോ വന്നിട്ടാണെങ്കിൽ നമ്മൾ നേരിയാസനം സമാധാനപ്പെടുത്തും. എന്നിട്ട് നമ്മുടെ ഹരാഗിയൊക്കെ കാണിച്ചു. ഹരാഗിയാണെങ്കിൽ മറ്റേ ചോരയുടെ പാടിക്കാൻ വേണ്ടി മരുന്ന് കഴിക്കത്തില്ലേ, അതെടുത്ത് പെട്ടെന്ന് കഴിക്കുകയായിരിക്കും. അവന് ഈ ടെൻഷൻ കയറുമ്പോൾ ഇങ്ങനെയാണ് തോന്നുന്നു. അതിനുശേഷം ഹരാഗി അവരോടെല്ലാം മാപ്പി വയ്ക്കും. കാരണം നടന്നെല്ലാം നടന്നു. പക്ഷേ ഈ നടന്ന സമയത്ത് നമ്മുടെ ഹരാഗിയായിട്ട് ലാസ്റ്റാണല്ലോ കയറി സംസാരിക്കുന്നത്. ശരിക്കും അവനല്ലേ അവിടുത്തെ ലീഡർ. അതിനോട് നമ്മുടെ സാക്കുറയ്ക്കും ഗോത്താരയ്ക്കും കയറി ഇടപെടേണ്ട വന്നു. അവനധികമൊന്നും സംസാരിക്കാനൊന്നും പറ്റിയില്ല. ശരി, ഇനി നിൻ്റെ പേരെന്താടാ? മിഡിൽ സ്കൂൾ ഇറക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹരാഗി ചോദിക്കും. സസാക്കി എന്ന് പറഞ്ഞിട്ട് വലിയ പാട് വിട്ട് പറയും. സോ അവരെല്ലാം കൂടെ സ്കൂളിൽ പോകും നമ്മുടെ ലീഡറിനെ കാണാൻ വേണ്ടി. ഉമനിയായി എന്നാണ് തോന്നാനുള്ള പേര്. എനിക്ക് അവരുടെ പേരൊക്കെ പറയാൻ വലിയ പാടായി. സോ നമ്മുടെ ഹരാഗിയുടെ വാര വീണ്ടും മേടിക്കുന്നുണ്ട് ഈ സ്റ്റെപ്പെല്ലാം കയറിയിട്ട്. അതോടെ തന്നെ നമ്മുടെ സാക്കറയ്ക്ക് മനസ്സിലാവും പുള്ളിക്കാരന് വലിയ താല്പര്യമൊന്നുമില്ല മോളിപ്പോൾ റിപ്പോർട്ട് ചെയ്യാനൊന്നും. പക്ഷെ എന്നാലും ജോലി കാണാൻ പോയി ചെയ്യുന്നു. ശരി, ഇനി ഫ്യൂറിലെ ലീഡറിനെ കാണാനുള്ള സമയമായി.
ആരൊന്നും മൈക്കിനകത്ത് വലിയ തമാശക്കാരനൊക്കെ പോലെ തോന്നി. ഇനി എങ്ങനാവോ അവനവരെ ടെറസിൻ്റെ വിഷയെ കുറച്ച് വേസ്റ്റും ബാക്കിയെല്ലാ സൈഡും വൃത്തിയാക്കിയും ഗാർഡനിങ്ങും എല്ലാം ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ടപ്പോൾ നമ്മുടെ പിള്ളേരെല്ലാം ഒന്ന് ഞെട്ടലോടെ നോക്കുന്നു. ഓ ഇതത്ര അടിപൊളിയായിട്ടാണ് ഇയാൾ ഈ വെച്ചിരുന്നത്. അതിനുശേഷം നമ്മൾ ഹിരാഗിയാണ് ഉമിനിയെ കാണിക്കാൻ പോകും. ഹിരാഗി നീ വന്നോ? ചേട്ടൻ എൻ്റെ ഈ ഗ്രീൻ പേപ്പർ ചില്ലിയൊക്കെ എത്ര അടിപൊളിയായിട്ടാണ് വളരുന്നതെന്ന്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ സമ്മറിന് നമുക്ക് അതിൽ നല്ല നല്ല ഗ്രീൻ പേപ്പർ ചില്ലിയൊക്കെ കിട്ടും. യെസ് ഗൈസ്, ഈസ് അവർ ലീഡർ പൂർണ്ണ സ്കൂളിലെ ടോപ്പ് സ്ട്രോങ്ങസ്റ്റ് ഗ്യാങ് മെമ്പർ ഓർ അവർ ലീഡർ ഉമിനിയായി. ഓക്കെ ഗൈസ്, എനിക്ക് എങ്ങനെയെങ്കിലും വീഡിയോ എടുക്കാൻ നിർത്താൻ. കാരണം ഇപ്പം തന്നെ നമുക്ക് ഒരു ആനിമി എപ്പിസോഡല്ല എന്താ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മളെ സാക്കുറയുടെ മോൻ തന്നെ കണ്ടില്ലേ. ഓക്കെ, സോ വീഡിയോ ഇഷ്ടപ്പെട്ട ഞാൻ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ ഞാൻ വേറെ ഏതെങ്കിലും ആനിമയെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യണം നല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഞാൻ ഉടനെ ചെയ്യുന്നതായിരിക്കും. ആൻഡ് എനിക്ക് 2 ദിവസമായിട്ട് നെറ്റും ഒന്നും ഇല്ലാത്തതുകൊണ്ടായിരുന്നു ഞാൻ വീഡിയോസ് ഇടായിരുന്നത്. സോ ഇനി മാക്സിമം ഇടും. ആൻഡ് എൻ്റെ എഡിറ്റിംഗ് എക്സ്പ്ലനേഷൻ സ്കില്ല് കുറച്ച് ബാഡായെന്ന് തോന്നുന്നു. സോ സീ നെക്സ്റ്റ് വീഡിയോ ബിക്കോസ് ഐ എം എക്സ്പ്ലെയിനർ. ബൈ ബൈ.